രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേതസേ രഘുനാഥായ നാഥായ സീതായ പദൈ നമഃ. കൂജന്തൻ രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യകവിതാശാഖാം വന്ദേ വാത്മീകികോകിലം. ജാനകീ ജീവനസ്മരണം ജയ ജയ രാമ രാമ. സനാതന ധർമ്മസംഹിതകൾ പങ്കുവയ്ക്കാനുള്ള ചാനലായ നാദശ്രീയിൽ എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. രാമായണ വിചാര പരമ്പരയിൽ നമ്മൾ എത്തി നിൽക്കുന്നത് അഗസ്ത്യാശ്രമത്തിലേക്ക് ഭഗവാനും സീതയും ലക്ഷ്മണനും കൂടി പോകുന്ന രംഗമാണ്. സുധീഷ്ണൻ, ശിഷ്യനായിട്ടുള്ള സുധീഷ്ണൻ്റെ അവിടെ അന്ന് കഴിഞ്ഞു. അടുത്ത ദിവസം അഗസ്ത്യൻ്റെ അനുജനുണ്ട്. ആ അനുജനെ കണ്ടതിന് ശേഷം അഗസ്ത്യനെയും കാണാം, ജ്യേഷ്ഠനായ അഗസ്ത്യനെയും കാണാം എന്ന് പറഞ്ഞ് അന്ന് വസിച്ചു. നേരം പ്രഭാതമായി. ആദ്യ അഗസ്ത്യാനുജൻ, അദ്ദേഹത്തിൻ്റെ പേര് അഗ്നിജിഹ്വൻ എന്നാണ്. ആ പേര് ഇവിടെ പറഞ്ഞിട്ടില്ല കേട്ടോ, അഗ്നിജിഹ്വൻ. അഗസ്ത്യനൊരു അനുജനുണ്ട്, അഗ്നിജിഹ്വൻ. അഗ്നിജിഹ്വൻ്റെ അടുത്ത് പോയി നമസ്കരിച്ചു. ചില പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം അവിടുന്ന് അങ്ങോട്ട് പിന്നെ അഗസ്ത്യാശ്രമത്തിലേക്ക് പോയി. ആദ്യ അനുജനെ കണ്ടു. പിന്നെ അതിനെങ്ങനെ കേവലം വർണ്ണിക്കും. കാനനം ജാതിവൈരഹിത ജന്തുപൂർണം നന്ദന സമാനം ആനന്ദദാനാഢ്യം മുനിനന്ദന വേദധ്വനിമണ്ഡിതം അനുപമം. ജാതി വൈരങ്ങൾ പൊതുവേ കുറവ് ഉള്ള സ്ഥലമാണ് ഈ ആശ്രമങ്ങളൊക്കെ തിരഞ്ഞെടുക്കുക. ഈ ശങ്കരാചാര്യർ എവിടെയോ ഒരു ആശ്രമം സ്ഥാപിക്കുക, പുരിയോ പോയപ്പോൾ എവിടെയാണ് ആശ്രമം സ്ഥാപിക്കേണ്ടത് എന്നിങ്ങനെ ചിന്തിക്കുമ്പോൾ ഒരു പാമ്പ് പടം വരുത്തി തവളയ്ക്ക് തണൽ കൊടുക്കുന്നത് കണ്ടു. വൈരം ചേതസി ന സ്ഥിതം, ഒരു വൈരവും മനസ്സിലില്ലാത്ത ഈ സ്ഥലം തന്നെയാണ് ആശ്രമത്തിന് പറ്റിയ സ്ഥലം എന്ന് അദ്ദേഹം നിശ്ചയിച്ചു. അവിടെ അത് സ്ഥാപിക്കുകയും ചെയ്തു എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ പാമ്പ് പോലും തവളയോട് സൗഹൃദഭാവം വർത്തിക്കുന്ന സ്ഥലമുണ്ട്. തിരിച്ചുമുണ്ട് കേട്ടോ. കുരുക്ഷേത്ര യുദ്ധം എവിടെയാണ് വേണ്ടത്? ഭഗവാൻ നല്ലൊരു സ്ഥലം അന്വേഷിച്ച് നോക്കിയപ്പോൾ നടക്കുകയായിരുന്നു. ഡൽഹിയിൽ കുരുക്ഷേത്രം എന്ന് പറയുന്ന സ്ഥലത്ത് കൂടെ ഒരു കൃഷിക്കാരൻ മകൻ മുമ്പിൽ നടത്തിക്കണം നടങ്ങുമുണ്ട്. അപ്പം ഈ വെള്ളം ഇങ്ങനെ ഒരു വരമ്പിൻ്റെ ഈ കണ്ടത്തുനിന്ന് ആ കണ്ടത്തിലേക്ക് പോകുമ്പോൾ അത് അടയ്ക്കാൻ ഒന്നും പെട്ടെന്ന് കിട്ടിയില്ല. ഈ കൃഷിക്കാരൻ ആ പുത്രൻ്റെ തല വെട്ടി അതാണ് അടച്ചു. തറ ക്രൂരത. തീരുമാനിച്ചു, അർജുന ഈ വേറെ സ്ഥലമൊന്നും അന്വേഷിക്കേണ്ട, യുദ്ധത്തിന് പറ്റിയ സ്ഥലം തന്നെയാണ്. നിഷ്കരണം അങ്ങോട്ടും ഇങ്ങോട്ടും കീറലും മുറിക്കലും കൊല്ലലും. അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ മാഹാത്മ്യം പറയുമ്പോൾ ഇങ്ങനെയൊക്കെ പറയും. കുരുക്ഷേത്രം അങ്ങനെയാണ്, അത്ര ക്രൂരതയുള്ള സ്ഥലം. അവിടെ എത്ര യുദ്ധത്തിന് പറ്റിയ സ്ഥലം. സൗഹൃദം പറ്റില്ലല്ലോ യുദ്ധക്കളത്തിൽ, പറ്റുമോ? ശത്രുവിനെ തട്ടുക ഒറ്റ ചിന്ത തന്നെ ഉള്ളൂ അവിടെ. അപ്പോൾ ഇവിടെ വേറെ തിരിച്ചാണ്. ബ്രഹ്മർഷി വളരെ സന്തോഷമായിട്ടുള്ള ജാതി ജന്തു വൈരരഹിതം ആണ്. എല്ലാവരും പരസ്പര സൗഹൃദത്തിൽ, ഒരു ജീവി മറ്റേ ശത്രുവുമായി, ഒരു ജീവിയായിട്ട് ശത്രുത പോലും ഇല്ലാത്ത അവിടെയാണ് അഗസ്ത്യൻ ആശ്രമം സ്ഥാപിച്ചിരിക്കുന്നത്. നാനാപക്ഷികൾ നാദം കൊണ്ടും എല്ലാ പക്ഷികളും മനോഹരമായിട്ടുള്ള ശബ്ദം കൊണ്ട് വാഴുന്നതായിട്ടുള്ള ബ്രഹ്മജ്ഞന്മാരായുള്ളോർ ചൊല്ലുന്നു കാണും തോറും ആശ്ചര്യം ഓരോന്നിവ കണ്ടും ചെന്ന ആശ്രമത്തിന് പുറത്ത് അടുത്ത് ശുഭദേശേ വിശ്രമിച്ചനന്തരം അരുളി ചെയ്തു രാമൻ. വിശ്രുതനായ സുധീഷ്ണൻ തന്നോടിപ്പോൾ വേഗേന ചെന്നു ഭവാൻ അഗസ്ത്യ മുനീന്ദ്രനോടാഗതനായോരെന്നെ അങ്ങുണർത്തിച്ചിടണം. ഞാൻ വന്നിട്ടുണ്ട് എന്ന് മഹർഷിയോട് പറയാൻ പറഞ്ഞു. വേഗം അത് പോയി രാമനോട് വരാൻ പറഞ്ഞു അഗസ്ത്യൻ. വളരെ കാലമായി രാമ അങ്ങയെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട്, അതിനുള്ള സമയം ഇപ്പോഴേ വന്നുള്ളൂ. ഭദ്രം മേഘതിസ്ഥിതം ഭക്തവത്സലം ദേവം പാർത്തിരുന്നീടുന്നു ഞാൻ
എത്ര നാളുണ്ടു കാണാൻ പ്രാർത്ഥിച്ചു സദാകാലം ധ്യാനിച്ചു രാമരൂപം രാമരാമേതി രാമമന്ത്രവും ജപിച്ചതി കോമളം കാളമേഘശ്യാമളം നളിനാക്ഷം. രാമമന്ത്രം സദാ ജപിച്ചുകൊണ്ട് അവർക്കൊക്കെ ക്ഷേത്രം പോലും ആവശ്യമില്ല. എല്ലാ ദിക്കിലും ഈശ്വരനെ കാണുന്നവർക്ക് എന്തിനാ ക്ഷേത്രം? അപ്പോൾ അവിടെ മാത്രമാണോ ഉള്ളത് എന്നൊരു തെറ്റിദ്ധാരണ അത് ഇവർക്കൊന്നുമില്ല. മഹർഷിമാർക്കും ജ്ഞാനികൾക്കൊന്നും അങ്ങനെ ഒരു സംഗതിയൊന്നും ഇല്ല. അത് ഇപ്പോഴാണ് വന്നത് എന്ന് പറഞ്ഞ് ഗാഢാശ്ലേഷം ചെയ്തു. പാദ്യാർഘ്യാദികളെ കൊണ്ട് ശുശ്രൂഷിച്ചു. മനോഹരമായിട്ടുള്ള ഒരു സ്തുതി, അഗസ്ത്യൻ്റെ സ്തുതി വളരെ കേമായിട്ട് അവിടെ പറയുകയാണ്. കുറേയുണ്ട് സ്തുതിയൊക്കെ പറയുകയാണെങ്കിൽ. വളരെ സർവേശ്വര, ഈ ലോകത്തിൽ ഏത് കാലം ലോകമുണ്ടായോ അന്ന് മുതൽക്ക് വിദ്യയുണ്ട്, അവിദ്യയുണ്ട്. വിദ്യാവാന്മാരായിട്ടുള്ളവർ അങ്ങേ അറിഞ്ഞ് ദുഃഖത്തെ കടക്കണു, അവിദ്യാവശകന്മാരായിട്ടൊരു ദുഃഖത്തിൽ നിന്ന് കിടന്ന് നീന്തുന്നു. ഇത് പ്രപഞ്ചം ഉണ്ടായ അനാദികാര്യം മുതൽക്ക് ഈ രണ്ട് സംഗതികളും ഉണ്ട്. തന്നെ മായ തനിക്കാശ്രയഭൂതനായി തന്നെ ശക്തിയെന്നും പ്രകൃതി മഹാമായ നിർഗുണനായ നിന്നെ ആവരണം ചെയ്തിട്ടു സൽഗുണങ്ങളെ അനുസരിപ്പിച്ചിടുന്നതും. ഭഗവാനെ തന്നെ മറയ്ക്കുന്നതാണ് മായ. വേദാന്തികൾ അവിദ്യ എന്നും ഇതിനെ പറയുന്നു. നിർവ്യാജം വേദാന്തികൾ ചൊല്ലുന്നു നിന്നെ മുന്നം ദിവ്യമാം അവ്യാകൃതമെന്നും ഉപനിഷത് വശാൽ. ഇതിനെ തന്നെയാണ് മൂലപ്രകൃതി, അവ്യാകൃതം, അവിദ്യ, മായ ഇതൊക്കെ ഒന്ന് തന്നെയാണ്. ഈശ്വരൻ അല്ലാത്തതും ഈശ്വരനല്ലാത്തതിനെയൊക്കെ കുറിച്ച് ജനങ്ങൾക്ക് ബോധം ഉണ്ടാക്കുന്നതിനെയാണ് മായ എന്ന് പറയുക. ഈശ്വരനെക്കുറിച്ച് ബോധ്യം കൊടുക്കില്ല. എന്നാൽ ചിലപ്പോൾ കൊടുത്തുവിടാന്നില്ല, അതിനെയും മായ തന്നെ പറയുക. കാരണം മായാതീതന്മാരെല്ലാം സംസ്കൃതിയെന്നും ചൊല്ലും. ഈശ്വരനെ മറച്ച് പ്രപഞ്ചത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന സംഗതിക്കാണ് മായ. അവിദ്യ, വിദ്വാൻമാർ അവിദ്യ എന്നും പറയുന്നതല്ലോ. അതുകൊണ്ട് സർവേശ്വര അങ്ങയുടെ സങ്കല്പം കൊണ്ടാണ് ഇത് സാത്വികവും രാജസവും താമസവുമായിട്ട് മാറിയത്. നാരായണീയത്തിൽ പറഞ്ഞ കാര്യം തന്നെയാണ്. സാത്വികവും രാജസവും താമസവുമായിട്ട് കാര്യം തന്നെയാണ്. ആര് പറഞ്ഞാലും അതന്നെയല്ലേ കാര്യം, സത്യം എന്നല്ലേ ഉള്ളൂ. മാറി. താമസത്തിങ്കൽ നിന്ന് സൂക്ഷ്മതന്മാത്രകളും ശബ്ദസ്പർശരൂപരസഗന്ധങ്ങളെ പറ്റി പറയുണ്ടായി. താമസത്തിൽ നിന്നുണ്ടായിരുന്നു. രാജസത്തിങ്കൽ നിന്ന് ഇന്ദ്രിയങ്ങളും ഉണ്ടായി. നാരായണീയത്തിൽ കേട്ടവർക്ക് എളുപ്പമാണ്. 5 ജ്ഞാനേന്ദ്രിയങ്ങൾ, 5 കർമ്മേന്ദ്രിയങ്ങൾ, കണ്ണ്, മൂക്ക്, ത്വക്ക്, നാക്ക്, ചെവി, വാക്ക്, വായു, വ്യസ്തം എന്നായിട്ടുള്ള കർമ്മേന്ദ്രിയങ്ങൾ. തേജരൂപങ്ങളായ ദൈവതങ്ങളും നിന്നെ ബുദ്ധി, മനസ്സ്, ചിത്തം, അഹങ്കാരം ഇത് അതിൽ നിന്നും ഉണ്ടായി. സൂത്രാത്മാവായിട്ടുള്ള ആത്മാവ് എപ്പോൾ ഇതിൽ പ്രവേശിച്ചുവോ വിരാട് പുരുഷൻ ചലനാത്മകമായി. ഒരു മനുഷ്യൻ്റെ ശരീരവും ആത്മാവിൻ്റെ പ്രവേശം കൊണ്ട് ചലനാത്മകമാകുന്നു. ശരീരത്തിൻ്റെ ഉള്ളിലുള്ളത് ജീവാത്മാവാണ്, വിരാട്ടിൻ്റെ ഉള്ളിലുള്ളത് പരമാത്മാവാണ്. അത്രയേ ഉള്ളൂ. നാരായണീയത്തിൽ പറഞ്ഞ അതേ കാര്യം തന്നെ ഭാഗവതത്തിലും പറയണത്. പുസ്തകം മാറിയതുകൊണ്ട് കാര്യം മാറില്ലല്ലോ, പറയുന്ന കാര്യങ്ങൾ അത് തന്നെയാണ്. അങ്ങനെയുള്ള വിരാട് പുരുഷൻ തന്നെയല്ലോ തിങ്ങിയിടും ചരാചര ലോകങ്ങളാകുന്നതും. ഈ 14 ലോകങ്ങളും സർവേശ്വര അങ്ങാണ്. ചരാചര ലോകങ്ങളായിട്ട് നിൽക്കുന്ന 14 ലോകങ്ങൾ അങ്ങ് ഒരാൾ തന്നെയാണ്. ബ്രഹ്മാവും വിഷ്ണുദാനും രുദ്രനും ഉണ്ടായി വന്നു. നാഭിയിൽ നിന്ന് ബ്രഹ്മാവുണ്ടായി, സത്വഗുണത്തിൽ നിന്ന് വിഷ്ണു ഉണ്ടായി, രജോ ഗുണത്തിൽ നിന്ന് രുദ്രനുണ്ടായി. സൃഷ്ടിത്തിരി സംഹാരത്തിന് 3 ഭാവത്തെ കൈക്കൊള്ളുകയും ചെയ്തു എന്നങ്ങനെ പറഞ്ഞു. ഇവറ്റിനെല്ലാം സാക്ഷിയായ ചിന്മയൻ ഭവാൻ നിവൃത്തൻ നിത്യൻ അനേകൻ അവ്വേനല്ലോ നാഥ. ഏകനാണെങ്കിലും അനേകനായി ഇതെല്ലാം രക്ഷിച്ച് സംഭരിച്ച് കൊണ്ടു നടത്തുന്ന ശക്തി, ആ വിദ്യയെ കൊണ്ടു നടത്തും സർവേശ്വര അങ്ങ് തന്നെയാണ്. വേദവേദാന്തവാക്യാർത്ഥവേദികളായ സമന്മാരായി പാദഭക്തന്മാരായുള്ള വിദ്യാത്മകന്മാർ അവിദ്യാവശകന്മാർ നിത്യസംസാരികളെന്ന് അവശ്യം തത്വജ്ഞന്മാർ ചൊല്ലുന്നു നിരന്തരം. അങ്ങനെ സ്പഷ്ടമായി കാണാത്ത അങ്ങയെ അറിയാത്തവർ അവിദ്യവശന്മാർ. തട്ടമല്ലല്ലോ, അത് സൂക്ഷ്മമാണ് ഈശ്വരതത്വം. സൂക്ഷ്മം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അറിയാത്തത് എന്നർത്ഥം. ജ്ഞാനികൾ അങ്ങയെ അറിയുന്നു, അങ്ങയെ അറിയുന്നവരെ ജ്ഞാനികൾ എന്നും മായയിൽ കുടുങ്ങി മാത്രം കഴിയുന്നവർ, ജീവികളെ പോലെ. അത്രയേ ഉള്ളൂ.
അതിൻ്റെ അപ്പുറത്തേക്ക് എന്തുണ്ടോ എന്ന് ചിന്തിക്കാൻ പോലും പലർക്ക് സമയമില്ല. അവരെ അവിദ്യാവശകന്മാർ എന്നല്ലാണ്ട് എന്താ പറയുക? ആ അറിവിലേക്ക് എങ്ങനെയാണ് എത്തുക? തൊന്മന്ത്രോപാസകന്മാരായുള്ള ഭക്തന്മാർക്ക് നിർമ്മലമായ വിദ്യ തന്നെ സംഭവിച്ചിടും. ഇതിങ്ങനെ ബുദ്ധിമുട്ടൊന്നും വേണ്ട, നാമജപം കൊണ്ട് താനേ ഉണ്ടായിക്കോളും. ആണ് ഈ നാമജപത്തിനുള്ള പ്രാധാന്യം. തൊന്മന്ത്രോപാസകൻ, രാമനാമ മന്ത്രം ജപിക്കുമ്പോൾ ആ അറിവ്, പല അറിവുകളും പഠിച്ചിട്ടല്ല ഉണ്ടാവുന്നത്. പഠിച്ചാൽ ഉണ്ടായിക്കൊള്ളൊന്നുമില്ല. അറിവ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ആദ്യം അറിയണമല്ലോ. അറിവ് എന്ന് പറഞ്ഞാൽ പറയാൻ പഠിക്കുക, പ്രസംഗിക്കാൻ പഠിക്കുക, പുസ്തകം എഴുതാൻ പഠിക്കുക, ഇതൊന്നുമല്ല അറിവ്. ഒരു സംശയമില്ല, ഇതൊന്നുമല്ല അറിവ്. അറിവ് എപ്പോഴും 4 അക്ഷരമാണ്: അനുഭവം. അനുഭവം അത് വേറെ ആൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? നമ്മുടെ ഉള്ളിലുള്ള അനുഭവം വേറെ ആൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. ശരിക്കും പറയാം വെച്ചാൽ ഈ പറയണത് അപ്പോൾ ഒരു തരത്തിൽ വിഡ്ഢിത്തരാണ്. പക്ഷേ ഏതെങ്കിലും പ്രകാരത്തിൽ വല്ലവരും ഇത് കേട്ടിട്ട് അവിടേക്ക് എത്താച്ചാൽ എത്തിക്കോട്ടേ ഉള്ളൂ. എത്തിക്കൊള്ളണമെന്നൊന്നുമില്ല. എത്രയോ പ്രഭാഷണങ്ങൾ കേട്ടു, എത്രയോ പ്രഭാഷണങ്ങൾ നടത്തി. ജനങ്ങൾ പിന്നെയും അവിടെ തന്നെയാണ് നിൽക്കണത്. ഉണ്ടോ? ഒരുപാട് ആളുകൾ അവിടെ തന്നെയല്ലേ നിൽക്കണത്. ഇവിടെ ഉയരുന്നവരെത്ര ഉണ്ട്? ഇല്ല എന്ന് പറയണില്ല, വളരെ കുറച്ചേ ഉള്ളൂ. അതിന് എന്താണ് മനസ്സിലാക്കേണ്ടത്? പ്രസംഗമല്ല അറിവ്. അതാണ് മനസ്സിലാക്കേണ്ടത്. പ്രസംഗമായിരുന്നുവെങ്കിൽ കേട്ടവരൊക്കെ നേരെ വേണ്ടേ? കേട്ടവരിൽ വളരെ ചെറിയ ശതമാനം മാത്രം നേരെയാവുന്നു. എന്നുള്ളതുകൊണ്ട് വാക്കുകളോ അറിവോ പുസ്തകം എഴുതലോ പ്രസംഗിക്കലോ അല്ല അറിവ് എന്ന് വരുന്നു. തീർച്ചയായിട്ടും വാക്കുകൾക്ക് അവിടെ പ്രസക്തി ഇല്ല, അനുഭവത്തിനാണ് പ്രസക്തി. ഇത് ആത്മീയത്തിൽ വളരെ അണ്ടർലൈൻ ചെയ്യേണ്ട ഒരു കാര്യമാണ്. മാതാമൃതാനന്ദമയി സായിബാബ ഒരു അക്കാഡമിക് ക്വാളിഫിക്കേഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ പറഞ്ഞു കേട്ടത് ഇല്ല എന്നാണ്. ഡിഗ്രി പഠിച്ചിട്ടോ ഉയർന്ന ക്ലാസ്സുകളിൽ പഠിച്ചതല്ല. പിന്നെ എങ്ങനെ അവർക്ക് അനവധി പേർക്ക് അറിവ് കൊടുക്കാൻ കഴിഞ്ഞു? പഠിച്ചിട്ടല്ല ഉണ്ടാവുന്നത്, അത് അനുഭവമാണ്. ഈ തൊന്മന്ത്രോപാസകന്മാരായുള്ള ഭക്തന്മാർക്കു നിർമ്മലമായ വിദ്യ താനേ സംഭവിച്ചിടും. താനേ സംഭവിക്കണത്. പഠിക്കണമെന്നൊന്നുമില്ല, പഠിച്ചതുകൊണ്ട് ഉണ്ടാവണമെന്നില്ല. പക്ഷേ പഠിപ്പ് ചിലപ്പോൾ അതിലേക്കുള്ള വഴി നമുക്ക് കാണിച്ചു തരും. അത്രയേ ഉള്ളൂ. വഴിയല്ലല്ലോ സംഗതി. വഴി വേറെ, ലക്ഷ്യം വേറെ. അപ്പോൾ അതിലേക്കുള്ളൊരു വഴി മാത്രമാണ് ഉപാസന. നാമജപമായാലും ധ്യാനമായാലും അതൊക്കെ മാർഗമാണവ. ക്ഷേത്രം മാർഗം മാത്രമാണ്, ഒരിക്കലും ക്ഷേത്രം ലക്ഷ്യമല്ല. ഒരു മാർഗം, അത്രയേ ഉള്ളൂ. മറ്റുള്ള മൂഢന്മാർക്ക് വിദ്യയുണ്ടാകുന്നതും ചെറ്റില്ല 100,000 ജന്മങ്ങൾ കഴിഞ്ഞാലും. ഈ ജന്മത്തെ കാര്യമേ അല്ല, എത്രയോ ജന്മം ജനിച്ച് മരിച്ച് ഇരുന്നാലും ഈ ജനനമരണങ്ങളുടെ കാരണം ഇല്ലാണ്ടേക്കാനുള്ള തോന്നൽ പോലും അവർക്കുണ്ടാവില്ല. അവിടേക്കൊക്കെ എത്തണ്ടേ? എളുപ്പമല്ല. എത്തിയവർക്ക് ചോദിച്ചാൽ അറിയാം, അവർ ഏതെല്ലാം പടികളെ കൂടെ കയറിയിട്ടാണ് എത്തിയിരിക്കണം. അപ്പോൾ മറ്റുള്ളവരവിടെ എത്തിയില്ല എന്ന് പറഞ്ഞാൽ അത്ഭുതമുണ്ടോ? ഈ പടിയൊന്നും അവർ കയറാതെ അവിടേക്ക് എത്തണം എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ്? ഒരിക്കലും എത്തില്ല. അനവധി ആളുകൾ ജനിക്കുക മരിക്കുക, പുനരഭി ജനനം, പുനരഭി മരണം, ഇതിങ്ങനെ ആവർത്തിച്ച് പോവുകയാണ്. അപ്പോൾ എവിടുന്നാണ് അവർക്ക് മാറ്റം സംഭവിക്കുന്നത്? സത്സംഗം കൊണ്ട് ചിലപ്പോൾ സംഭവിച്ചേക്കാം. ചിലപ്പോൾ സമയമായാൽ എല്ലാ സത്സംഗങ്ങളും അതിന് ബലിച്ചു കൊള്ളണം, എല്ലാവർക്കും ബലിച്ചു കൊള്ളണം എന്നില്ല. ചിലപ്പോൾ ആ ജീവൻ്റെ സുഹൃതത്തിൻ്റെ സ്ഥിതി അനുസരിച്ച്. ആകയാൽ ഭക്തി സമ്പന്നന്മാരായുള്ളവരെ കാന്തമുക്തന്മാർ ഇല്ലേതും സംശയമോർത്താൽ. സത്സംഗത്തിൽ നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയാക്കാം നമുക്ക് കുറേശ്ശെ ഉയരേണ്ട സമയമായി. അത് നല്ലൊരു ഇൻഡിക്കേഷനാണ്. മാഷന്മാർ പറയും ഈ കോട്ടായി ഇട്ടാൽ തീരുമാനിക്കാം അയാൾക്ക് ക്ലാസ്സിൽ താല്പര്യമില്ല എന്ന്. കോട്ടായി ഇട്ടാൽ ഉറപ്പാണ് തീരുമാനിക്കാം. അയാളോട് പിന്നെ കാര്യമായിട്ടൊന്നും മെനക്കെടണ്ടെന്നർത്ഥം, ചടങ്ങ് കഴിച്ച് പോവുക. അതേപോലെ ഈ താല്പര്യമില്ലായ്മ, അതിൽ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല എന്ന് കേട്ടാൽ തീരുമാനിക്കുക അയാൾക്ക് നേരെ വേണ്ട സമയം നമ്മളിൽ കൂടെ ആയിട്ടില്ല. നമ്മുടെ കുഴപ്പമാവാം, എന്നാലും കുഴപ്പമൊന്നുമില്ല, എന്തായാലും അതിൽ കൂടെ അയാൾ നേരെയാവില്ല. അപ്പോൾ അതിൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ
അതിൻ്റെ അർത്ഥം എന്താണ്? എത്രയോ ജന്മം ഇയാൾ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട്, അത് സംഗതിവശാൽ നഷ്ടപ്പെട്ടതാണ്. അപ്പോൾ അത് സന്ദർഭം കിട്ടിയപ്പോൾ, ചെറുതായിട്ടൊരു അന്തരീക്ഷം കിട്ടിയപ്പോൾ അത് നേരെയാവുകയാണ്. ചെടി മുളച്ചു, ആ ചെടിക്ക് വെള്ളം വളം കട്ടുകൊടുത്തു, വെയിൽ കൊള്ളാതെ ഇല്ലേ, ജീവികൾ അതിനെ തിന്നാണ്ട് നോക്കിയാൽ ആ ചെടി നന്നായിട്ട് നമുക്ക് കായ തരുന്നത് പോലെ. അപ്പം അതിനുള്ള സാഹചര്യം കിട്ടിയാൽ നേരെയാവും. പക്ഷേ എല്ലാ ചെടികളും നേരെയാവണുണ്ടോ? എത്ര നമ്മൾ നോക്കിയാലും കരിഞ്ഞ് പോവുക, ഉണങ്ങി പോവുക, നേരെയാവാണ്ടിരിക്കുക, അങ്ങനെയും കാണുന്നുണ്ട് ഇല്ലേ? അതുപോലെ തന്നെയാണതും. അപ്പോൾ അവർക്ക് അതിലുണ്ടാവുന്ന ആ ഒരു ഫലം, താല്പര്യം, അത് ഉണ്ടാക്കുന്നതായിട്ടുള്ള എന്താ പറയുക, അതിൻ്റെ ആ ഒരു ഫലം നോക്കിയാൽ അറിയാം അയാൾ നേരെയാവുമോ, അധികം താമസിക്കാണ്ട് നേരെയാവുമോ, അതോ അവിടെ തന്നെ നിൽക്കുമോ എന്ന്. ആ ഒരു താല്പര്യം കണ്ട ഇതിൻ്റെ ഇമ്പാക്റ്റ് എന്ന് പറയും, അയാൾ ഉണ്ടാക്കുന്ന പ്രതികരണം, അയാൾ ഉണ്ടാക്കുന്നതായിട്ടുള്ള ഫലം, ആ നോക്കിയാൽ മനസ്സിലാവാൻ പറ്റും. അതുകൊണ്ട് സ്വപ്നത്തിൽ പോലും മോക്ഷം സംഭവിക്കില്ല. ചിലർക്ക് അങ്ങനെയാണ്. ശ്രീരാമ രഘുപതേ കേവലജ്ഞാനമൂർത്തേ ശ്രീരമണാത്മാരാമ കാരുണ്യാമൃത സിന്ധോ, എന്തിനു വളരെ ഞാനിങ്ങനെ പറയുന്നു, ചിന്തിക്കിൽ സാരം കിഞ്ചിൽ ചൊല്ലുവൻ ധരാപഥേ, സാധുസംഗതി തന്നെ മോക്ഷകാരണമെന്നു വേദജ്ഞന്മാരായ വിദ്വാൻമാർ ചൊല്ലിയിടുന്നു. ഒന്നുറപ്പാണ്, സത്സംഗം കൂടാതെ ഒരാൾക്കും മുക്തിയിലേക്കോ ജ്ഞാനത്തിലേക്കോ എത്താൻ കഴിയില്ല. അപ്ലൈ ചെയ്തവർക്കൊന്നും ജോലി എല്ലാവർക്കും കിട്ടില്ല. കിട്ടുമോ? അതിൽ ക്വാളിഫൈഡായിട്ട് അർഹതയുള്ളവർക്കേ കിട്ടൂ. പക്ഷെ ഒന്നുറപ്പല്ലേ, അപ്ലൈ ചെയ്യാഞ്ഞാൽ കിട്ടില്ല. അപ്ലൈ ചെയ്തവർക്കൊക്കെ കിട്ടില്ല. 100 ആൾ അപ്ലൈ ചെയ്താൽ 100 ആൾക്ക് കിട്ടുമോ? അത് വിചാരിച്ചിട്ട് അപ്ലൈ ചെയ്യാണ്ടിരുന്നാലോ? അത് ഉറപ്പാണ് കിട്ടില്ല എന്നല്ലേ? അതുപോലെയാണ് സത്സംഗം കൊണ്ട് എല്ലാവരും അങ്ങോട്ട് ഉയരണം എന്നല്ല, പക്ഷേ യോഗമുള്ളവർക്ക് ഉയരണമെങ്കിൽ എന്തായാലും സത്സംഗം വേണം. അതുകൊണ്ട് എല്ലാവരും ഒരേ രീതിയിൽ നിലവാരത്തിൽ ഉയർന്നോളണം എന്നില്ല. സാധുസംഗതി തന്നെ മോക്ഷകാരണമെന്ന് വേദജ്ഞന്മാരായ വിദ്വാൻമാർ ചൊല്ലിയിടുന്നു. സത്സംഗം കൂടാതെ നമുക്കൊരിക്കലും ഉയരാനൊന്നും കഴിയില്ല. അപ്പം അതുകൊണ്ട് കുറച്ച് സമയം അതിനു വേണ്ടി നീക്കി വയ്ക്കുക. അതാ അങ്ങനത്തെ ഉപദേശങ്ങൾ, പ്രാർത്ഥന, സത്സംഗം, സ്തുതി, ഇത് കൂടെയൊക്കെ നമുക്ക് ഈശ്വരനെ വിചാരിച്ച സമയം മാറ്റി വയ്ക്കുക തന്നെ. വേറെ വഴിയില്ല. ജന്മമായി കഴിഞ്ഞാൽ അത് വേണം. മറ്റതൊക്കെ അതിന് താഴെ നിൽക്കുള്ളൂ. ഇതേ കിട്ടുള്ളൂ. ആ ഒരു ബോധ്യം ഉണ്ടാവുക. കുറച്ച് സമയം എന്തായാലും അതിനെ നീക്കി വയ്ക്കും ഇല്ലേ? ഭാഗവതത്തിൽ പറയും, ഈ സീരിയൽ കാണുന്നവരുടെ നിഷ്ഠ കണ്ടാൽ തോന്നുക, ആ നിഷ്ഠ അവർ ഇതിലേക്ക് ഉപയോഗിച്ചതെങ്കിൽ എത്ര നന്നായി. ഇപ്പോഴത്തേക്കാ പോയാലും ആ സമയമാകുമ്പോഴേക്കും അത് വന്ന് കാണുവര്, കാണാതിരിക്കില്ല. ആ നിഷ്ഠ ഇതിലാണ് ഉണ്ടായിരുന്നെങ്കിലോ എത്ര നന്നായിരുന്നു. അങ്ങനെ കുറേ കഥകളുണ്ട് അല്ലേ? ആ നിഷ്ഠ ഈ സത്സംഗത്തിലാണ് കാണിച്ചതെങ്കിൽ അവർ എത്ര എവിടെ എത്തിയിട്ടുണ്ടാവും. അപ്പം നമുക്ക് നിഷ്ഠയില്ലാത്തവരൊന്നുമില്ല, പക്ഷേ വേണ്ടാത്തതിലാന്ന് മാത്രമേ ഉള്ളൂ. അപ്പം അതിന് പകരം കുറച്ച് സമയം ഇതിന് വേണ്ടിയിട്ട് നീക്കി വയ്ക്കുക. അപ്പം താനേ നമുക്ക് ഇഷ്ടാനിഷ്ടപ്രാപ്തികൾ രണ്ടിനും സമന്മാരായി നമ്മുടെ ആ ഉയർച്ചയുടെ നിലവാരത്തിൻ്റെ ഒരു ഇൻഡിക്കേഷനാണ്. നമുക്ക് എന്തെങ്കിലും ഇഷ്ടം കിട്ടിയാൽ തുള്ളിച്ചാടാതിരിക്കുക. ഇത് അപ്പുറത്തൊരു ദുഃഖത്തിൻ്റെ മുന്നോടിയാണെന്ന് അറിഞ്ഞ് കരുതി മാത്രം സന്തോഷിക്കുക. അതേപോലെ ദുഃഖം വന്നാലോ മാറത്തടിക്കാനും പോണ്ട. ഇത് രണ്ടും മാറി മാറി വരും. കുന്നും കുഴി റോട്ടിലുണ്ടാവും. നമ്മൾ വാഹനത്തിൽ പോകുമ്പോൾ ലെവലായിട്ട റോട്ടിൽ കൂടെ മാത്രം പോവുക, അത് സംഭവിക്കുമോ? പ്രത്യേകിച്ച് കേരളത്തിൻ്റെ റോട്ടിൽ പറ്റില്ലാവോ? അതുകൂടി ഒരു പാഠം പഠിക്കാം നമ്മുടെ റോട്ടിൽ കൂടെ പോയാൽ. അതേപോലെ തന്നെ ജീവിതം. ചിലപ്പോൾ കുഴി ഉണ്ടാവും, ചിലപ്പോൾ കുന്നുണ്ടാവും, ചിലപ്പോൾ പിന്നെയും കുഴി വരും. ഇങ്ങനെ മാറി മാറിക്കൊണ്ടാണ് ഈ ലോകം അല്ലെങ്കിൽ ജീവിതം എന്ന അറിവ് അങ്ങയുടെ ഭക്തന്മാർക്ക് സർവേശ്വര ഉണ്ടാവുന്നു. അതുകൊണ്ട് അങ്ങേക്ക് വസിക്കാനുള്ള ഒരു സ്ഥാനം വേണം എന്നാണല്ലോ ഇപ്പോൾ ആവശ്യം. സീതയാ സാർദ്ധം ഹൃദി വസിക്ക സദാ ഭവാൻ സീതാവല്ലഭ ജഗന്നായക ദാശരഥേ. എൻ്റെ ഹൃദയത്തിൽ തൽക്കാലം അങ്ങ് വസിച്ചോളൂ. അതൊരു തരം ആലങ്കാരികമായിട്ട് പറഞ്ഞതാണ്. എപ്പോഴും എൻ്റെ ഹൃദയത്തിൽ വസിക്കണമേ
ഇനി അങ്ങേക്ക് വസിക്കാനുള്ള സ്ഥാനം പഞ്ചവടിയാണ്. അത് പുറത്തേക്ക് ചോദിച്ച അർത്ഥത്തിൻ്റെ ആ രീതിയിൽ പറയുകയാണ്. പിന്നെ പറയുകയും ചെയ്ത് നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒരിടത്ത് കിടക്കുമ്പോഴും ഭുജിക്കുമ്പോഴും എന്നു വേണ്ട നാനാകർമ്മങ്ങളനുഷ്ഠിക്കുമ്പോൾ സദാകാലം മാനസേ ഭവദ്രൂപം തോന്നേണം ദയാംബുദേ. ഈശ്വരോപാസനയ്ക്ക് ഒരു സമയമോ രീതിയോ സ്ഥലമോ ഒന്നും വേണമെന്നൊന്നുമില്ല. ഏത് പ്രവൃത്തി നമ്മൾ ചെയ്യുമ്പോഴും ഭഗവാനെ ഭജിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റും. നാമം ജപിക്കാനും മാനസികമായിട്ട് ചെല്ലാനും ഒരു സ്ഥലമോ പ്രത്യേക മെനക്കളൊന്നും വേണ്ട. ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും അങ്ങനെ കുറച്ചങ്ങനെ പോയാൽ പഞ്ചവടി കാണാമെന്ന് പറയാണ്. ഗൗതമീ തീരെ നല്ലൊരാശ്രമം ചമച്ചതിൽ സീതയാ വസിക്കപോയ ശേഷമുള്ളൊരു കാലം തത്രേവ വസിച്ചു നീ ദേവകാര്യങ്ങളെല്ലാം സത്വരം ചെയ്യുന്നു ഉടൻ അനുജ്ഞ നൽകി മുനി. ആ പഞ്ചവടിയിൽ വസിക്കുമ്പോൾ അതിനുശേഷം അവതാര കാര്യങ്ങളുണ്ടാവും. നിർണായകമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാവണമല്ലേ. സീതാപഹരണവും പഞ്ചവടി ആശ്രമം താമസിക്കുമ്പോൾ ഒരുപാട് അസ്ത്രങ്ങൾ, ദിവ്യ അസ്ത്രങ്ങളൊക്കെ അഗസ്ത്യ മഹർഷി കനിഞ്ഞ് നൽകി. നല്ല നല്ല അസ്ത്രങ്ങൾ, ഇതൊക്കെ കാട്ടിൽ ഉപകാരമായിട്ട് വരും എന്നങ്ങനെ പറഞ്ഞ് അഗസ്ത്യനെ നമസ്കരിച്ച് സീത രാമലക്ഷ്മണന്മാർ വിട പറഞ്ഞ് അവിടെ നിന്ന് പോയി. തുടർന്ന് ജഡായുവിനെ കാണുകയാണ്. പണ്ട് ഈ ദശരഥൻ്റെ ഏറ്റവും വലിയൊരു മിത്രമാണത്രേ ജഡായു. എങ്ങനെയാണ് അതൊക്കെ ഈ പക്ഷി ആയി തീരുക ചോദിച്ചാൽ കഥയാണ്, ചോദ്യമല്ലല്ലോ. അതിങ്ങനെ കിടക്കണ് കണ്ടു. പെട്ടെന്ന് ആരാ എന്താ മനസ്സിലായില്ല. രക്ഷസാം പ്രവരനിക്കിടക്കുന്നിതു മുനിഭക്ഷകനിവനെ നീ കണ്ടതില്ലയോ സഖേ. ലക്ഷ്മണ, മുനിമാരെ ഭക്ഷിക്കുന്ന രാക്ഷസൻ എന്നെ ഇവൻ തീർച്ച. ആ വില്ലിങ്ങോട് തരൂ, എൻ്റെ കഥ കഴിച്ചിട്ട് തന്നെ വേറെ കാര്യം. അപ്പോൾ പറഞ്ഞു, ജഡായുബദ്ധനല്ലഹം തപതാതനു ചെറുപ്പത്തിൽ എത്രയും ഇഷ്ടനായ വയസ്സെന്നറിഞ്ഞാലും. രാമ, ഞാൻ ബദ്ധനല്ല, അങ്ങേക്ക് വധിക്കേണ്ട ആളല്ല ഞാൻ. ജഡായുവാണ് ഞാൻ. അങ്ങയുടെ താതൻ്റെ അച്ഛൻ്റെ സുഹൃത്താണ്. അങ്ങയുടെ ദർശനം കിട്ടാൻ വേണ്ടിയിട്ടും അങ്ങക്ക് എന്തെങ്കിലും അങ്ങക്ക് വേണ്ടി ചെയ്യാനും കൊതിച്ചു നിൽക്കുന്ന എന്നെ ശങ്കിക്കരുത്. അങ്ങനെയാണെങ്കിൽ ശങ്കിച്ചേനല്ലോ നിന്നെ ഞാനതു കഷ്ടം കഷ്ടം കിങ്കരപ്രവരനായ വാഴുക മേലിൽ ഭവാൻ. മേലിൽ നിനക്ക് നല്ലത് വരട്ടെ. തെറ്റെവിടെ പറ്റിയാലും അപ്പം സോറി പറയണതിൽ തെറ്റില്ല എന്നാണ് ഭഗവാനും പക്ഷിയോട് പറയേണ്ട ആവശ്യമുണ്ടോ? ശരിക്കും പറഞ്ഞു എന്ന് പറയണം. തെറ്റ് പറ്റിപ്പോയി ശങ്കിച്ചേനല്ലോ, അതുകൊണ്ട് നിനക്ക് എൻ്റെ കിങ്കരനായിട്ട് വാഴുന്നു, അതിനുള്ളതായിട്ടുള്ള നല്ല അനുഭവങ്ങളും ഉണ്ടാവും. പ്രകാരം പഞ്ചവടിയിലേക്ക് പ്രവേശിച്ചു. പർണശാലയും തീർത്തു ലക്ഷ്മണൻ മനോജ്ഞമായി പർണപുഷ്പങ്ങൾ കൊണ്ടു തൽപ്പവും ഉണ്ടാക്കിനാൻ. മരത്തിൻ്റെ ചുവട്ടിൽ നമ്മൾ വസിക്കുകയാണെന്ന് വെച്ചാൽ എങ്ങനെയെങ്കിലും വസിച്ചാൽ മതി. പക്ഷേ ഈ ശാല ഉണ്ടാക്കി നമ്മൾ താമസിക്കുമ്പോൾ വാസ്തു നോക്കണം എന്നാണ് വാത്മീകരണത്തിൽ പ്രത്യേകം പറയുന്നുണ്ട്. ലക്ഷ്മണൻ അവിടെ ഉണ്ടാക്കിയ ആശ്രമം പോലും വാസ്തു നോക്കിയിട്ടാണ് ഉണ്ടാക്കിയത്. കിഴക്ക് വടക്കേ ദിക്കിൽ അഗ്നിശാല വരണം. ഇവിടെ അഗ്നിശാല, ഹോമം, ശരകാര്യങ്ങൾ എന്നൊക്കെയാണ് അഗ്നിക്കുള്ള സ്ഥാനമാണെന്നാണ് പറയുക. അങ്ങനെയാണ് ഈ അടുക്കള അവിടെ വരുന്നത്. അങ്ങനെ വാസ്തുശാസ്ത്രം നോക്കി അവിടെ വസിക്കുമ്പോൾ അതിൻ്റെ ഗുണം നമ്മളെ ബാധിക്കും. പണ്ടേയുള്ള ശാസ്ത്രം. അപ്പോൾ വാൽമീകി രാമായണമുള്ളപ്പോൾ വാസ്തു ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇതിൽ പറയുന്നില്ല. വാൽമീകി രാമായണത്തിൽ പ്രത്യേകം പറയണു, അനക്കദളീപന സാമ്രാജ്ഞകില ബലവൃക്ഷാവൃതകാനനെ ജനസംഭാത വിവർജിതേ നീരുജസ്ഥലേ വിനോദിപ്പിച്ചു ദേവി തന്നെ ശ്രീരാമനയോധ്യയിൽ വാണതുപോലെ വാണാൻ. അഗസ്ത്യ സുഭാഷിതം. നല്ല ആ വാക്കുകളൊക്കെ കേട്ട് ഏത് പ്രകാരത്തിൽ അയോധ്യയിൽ വാണുവോ. ചില സമയത്തൊക്കെ ഇന്ദ്രൻ അമരാവതിയിൽ വാണ പോലെയെന്നും പറയും. അങ്ങനെ അവിടെ സുഖമായിട്ട് വസിച്ചു. ഗൗതമി നദിയിൽ കുളിച്ച് ഈശ്വര കാര്യങ്ങൾ, തർപ്പണം, ബാക്കി കാര്യങ്ങളൊക്കെ അങ്ങനെ ചെയ്ത് അങ്ങനെ ഇരിക്കുമ്പോൾ ലക്ഷ്മണൻ കുറച്ചങ്ങനെ തത്വോപദേശം ചെയ്യുകയാണ്. ഈ അധ്യാത്മരാമായണത്തിനുള്ള പ്രത്യേകത എന്താ വെച്ചാൽ ഇപ്പോഴും രാമൻ ഈശ്വരനാണ് എന്ന ധ്വനി ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും കഥ പറയുമ്പോൾ. അത്ര അത് വാൽമീകി രാമായണത്തിലില്ല. ഈ ഉപദേശങ്ങളൊന്നും കാണുന്നില്ല. സ്തുതി ഉണ്ടോ? അതുമില്ല. എനിക്കതാണല്ലോ നമുക്ക് വേണ്ട ഏറ്റവും വലിയ കാര്യമാണ് അവിടെ.
ലക്ഷ്മണനൊരു ദിനമേകാന്തേ രാമദേവൻ തൃക്കഴൽ കൂപ്പി വിനയാനതനായി ചൊന്നാൻ മുക്തിമാർഗത്തെ അരുൾ ചെയ്യണം ഭഗവാനെ. ഭക്തനാമടിയനോടജ്ഞാനം നീങ്ങും വണ്ണം. ഏട്ടനുമല്ല അവിടെ, അനിയനുമല്ല, അവിടെ ഈശ്വരനാണ് എന്നുള്ള ഭാവത്തിൽ കണ്ടു. ഭക്തനാമടിയനോട്, അനിയനായതുകൊണ്ടല്ല, ഭക്തനായതുകൊണ്ട് എനിക്കത് ഉപദേശിച്ചു തന്നൂടെ എന്ന് ചോദിക്കുകയാണ്. ജ്ഞാനവിജ്ഞാന ഭക്തി വൈരാഗ്യ ചിഹ്നമെല്ലാം മാനസാനന്ദം തരുമാറ് അരുൾ ചെയ്തിടണം. സർവേശ്വര, അങ്ങല്ലാണ്ട് ആരാണ് ഇതൊക്കെ പറയാനായിട്ട് ഉള്ളത്? അല്ലെങ്കിൽ ആര് പറഞ്ഞാലാ വിശ്വസനീയമായിട്ടുള്ളത്? അങ്ങ് പറഞ്ഞാൽ പിന്നെ അതിലപ്പുറമുണ്ടോ? കേട്ടാലുമെങ്കിൽ അതിഗുഹ്യമാം ഉപദേശം കേട്ടോളം തീർന്നുകൂടും വികൽപ്പഭ്രമമെല്ലാം. എല്ലാ അജ്ഞാനങ്ങളും സംശയങ്ങളും ഇല്ലാണ്ടാക്കുന്ന തത്വസംഹിത ഉപദേശം ലക്ഷ്മണ കേട്ടുകൊള്ളുക. അതിനെന്താണ് അതിഗുഹ്യം എന്ന് പറഞ്ഞത്? എല്ലാവരോടും പറയാൻ പാടില്ല, എല്ലാ സ്ഥലത്തും പറഞ്ഞുകൂടാ. വളരെ വേണ്ട സ്ഥലത്ത് വേണ്ടപ്പെട്ടവർക്ക് ഗൗരവമുള്ളതാണ് ഈ കാര്യം. എവിടെയും പാടി നടക്കേണ്ടതല്ല, തർക്കിക്കാനുള്ളതും അല്ല. അത് ഉൾക്കൊള്ളുന്നവരോട് മാത്രം പറയേണ്ടതായ എല്ലാ മനസ്സിൻ്റെ അജ്ഞാനവും നീങ്ങേണ്ട കാര്യം ഞാൻ പറയാം. ആദ്യം അറിയേണ്ടത് എന്താണ്? നമുക്ക് ദുഃഖ കാരണം അറിയുക. കാരണം അറിഞ്ഞിട്ടാണല്ലോ ചികിത്സിക്കുക. ഏത് രോഗമാണെങ്കിലും മായ. മുമ്പിൽ മായാസ്വരൂപത്തെ ഞാൻ ചൊല്ലിയിടുവൻ. ലക്ഷ്മണ, ദുഃഖ കാരണം മായയാണ്. അപ്പോൾ ദുഃഖം ഇല്ലാണ്ടേവാൻ എന്താ വേണ്ട? മായ ഇല്ലാണ്ടേക്കുക. പ്രശ്നം സിമ്പിളാണ്. എങ്ങനെ ഇല്ലാണ്ടേക്കുക? അതിന് മായയുടെ സ്വരൂപം അറിയണം. സ്വരൂപം അറിയാണ്ട് ഒന്നിനും ഇല്ലാണ്ടേക്കാൻ പറ്റില്ല. അതെന്താണെന്ന് അറിഞ്ഞിട്ട് വേണ്ട ഇല്ലാണ്ടേക്കണോ, ഉള്ളതാക്കണോ, കരുതണോ, സംരക്ഷിക്കണോ, നശിപ്പിക്കണോ എന്നൊക്കെ അറിയുള്ളൂ. അപ്പോൾ മായയെ ഇല്ലാണ്ടേക്കണം. ദുഃഖ കാരണം മായ, മായ ഇല്ലാണ്ടേക്കൽ സുഖകാരണം. ആ മായ എങ്ങനത്തതാണ്? ജ്ഞേയമായുള്ളൊരു പരമാത്മാനം അറിയുമ്പോൾ മായാസംബന്ധമയമൊക്കെ നീങ്ങിയിടുമല്ലോ. ആത്മാവല്ലാതെയുള്ള ദേഹാദി വസ്തുക്കളിൽ ആത്മാവെന്നുള്ള ബോധം മായയാകുന്നതു. ആത്മാവല്ലാത്ത വസ്തുക്കളിൽ ശരീരമാണ് നമ്മൾ എന്നുള്ള തെറ്റിദ്ധാരണ, അതാണ് മായയുടെ യഥാർത്ഥ ലക്ഷണം. ഈ ശരീരമാണ് നമ്മൾ എന്നുണ്ടെങ്കിൽ നമ്മുടെ കണ്ണ്, നമ്മുടെ മൂക്ക്, നമ്മുടെ കയ്യ് എന്ന് എന്തിനാ പറയണത്? അതിനൊക്കെ ഞാൻ എന്ന് പറഞ്ഞൂടെ? അപ്പോൾ എൻ്റെ കയ്യെന്ന് പറഞ്ഞാൽ ഞാൻ വേറെയാണെന്ന് ഉറപ്പാണ്. എൻ്റെ കാല് എന്ന് പറഞ്ഞാൽ, എൻ്റെ ദേഹം എന്ന് പറഞ്ഞാലും ദേഹമല്ല ഞാൻ എന്ന് അറിവില്ലാത്തവർ സമ്മതിക്കണു. അവരറിയണില്ല സമ്മതിക്കണത്. എൻ്റെ ദേഹം വിട്ടിട്ടേ ഞാൻ കളിക്കലില്ല എന്ന് പറയും. അപ്പം ആരാണ് ഞാൻ? ദേഹമല്ല, അല്ലെങ്കിൽ ഞാൻ എന്നല്ലേ പറയുക. അപ്പോൾ ആ ഞാനെ ആദ്യം തിരിച്ചറിയുക. അപ്പോൾ ആ ഞാനല്ലാത്തതെന്തോ അതൊക്കെ മായ, ഞാനായതെന്തോ അത് സത്യം. അപ്പം ലിംഗാദി ബ്രഹ്മാന്തം ആ വിദ്യാരൂപമതും സംഘാതി ദോഷങ്ങളെ സംഭവിപ്പിക്കുന്നതും ജ്ഞാനരൂപിണിയാകും വിദ്യയായതു മറ്റേതാനന്ദപ്രാപ്തി ഹേതുഭൂത എന്നറിഞ്ഞാലും. ആനന്ദത്തിന് വഴിതെളിക്കുന്നത് വിദ്യയാണ്, ദുഃഖത്തിന് വഴിതെളിക്കുന്നത് അജ്ഞാനമായ മായ. സത്യത്തിൽ അതിനെ ആത്മാവാണ് എന്ന് തെറ്റിദ്ധരിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. സത്യത്തിൽ മായ എന്നത് അസത്യമായതുകൊണ്ട് അതില്ല. അതുകൊണ്ടാണ് അതിനെ മായ എന്നും അസത്യമെന്നും സത്യമല്ല എന്നും ഒക്കെ പറയണത്. ഇതില്ലാത്തതാണ്, പ്രപഞ്ചം തന്നെ ഇല്ലാത്തതാണ്. ഇപ്പം പെട്ടെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരാൾ സമ്മതിക്കുമോ? നല്ല കാര്യമായി, ഞാനും ഇല്ല നിങ്ങളും ഇല്ല, ഇതൊക്കെ ഇല്ല, പിന്നെ എങ്ങനെയാണ് ഇപ്പോൾ ഈ കാണുന്നത്, ഈ അനുഭവം ഉണ്ടാവുന്നത്? രജ്ജുകണ്ഠത്തിങ്കലെ പന്നകബുദ്ധി പോലെ നിശ്ചയം വിചാരിക്കലേതുമൊന്നില്ലയല്ലോ. കയറ് കിടക്കുന്നത് കണ്ടിട്ട് പാമ്പാണ് എന്ന് തെറ്റിദ്ധരിക്കുക. അവിടെ പാമ്പ് അപകടങ്ങളൊക്കെ അവിടെ ഉണ്ടാവും ഇല്ലേ? എപ്പോൾ വെളിച്ചം കൊണ്ടുവന്നത് കയറാണ് എന്ന് ബോധ്യപ്പെട്ടുവോ, പിന്നെ അവിടെ പാമ്പില്ല, കയറ് മാത്രമേ ഉള്ളൂ. ഇതുപോലെയാണ് രജ്ജുകണ്ഠത്തിങ്കലെ സർപ്പം പന്നകബുദ്ധി പോലെ പ്രസിദ്ധമായിട്ടുള്ളൊരു ഉപമയാണ്. ഇല്ലാത്തതിൽ ഉണ്ട് എന്ന തോന്നലുണ്ടാകുമ്പോൾ മായ ഉണ്ടാവുന്നു. വെളിച്ചം കൊണ്ട് അത് വസ്തു തെറ്റിദ്ധരിച്ചപ്പെട്ടതാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ അവിടെ പ്രശ്നം തീരുന്നു. എന്താണ് വെളിച്ചം? ജ്ഞാനം. കയറ് എന്ന് പറഞ്ഞാൽ ഈശ്വരൻ, പാമ്പ് എന്ന് പറഞ്ഞാൽ മായ.
ഉള്ളതായിട്ടുള്ള കയറിൽ ഇല്ലാത്തതായിട്ടുള്ള പാമ്പ് വന്നപ്പോൾ അവിടെ അപകടം ഉണ്ടായി. ഇതേപോലെ ഉള്ളതായിട്ടുള്ള ഈശ്വരനിൽ ഇല്ലാത്തതായിട്ടുള്ള പ്രപഞ്ചം കാണുമ്പോൾ അപകടം ഉണ്ടാവുന്നു. ജ്ഞാനമാകുന്ന വെളിച്ചം കൊണ്ട് അതില്ലാണ്ടാക്കണം. ഒരു ക്ഷേത്രമായതു ദേഹമെന്നുണ്ടല്ലോ, അത് നല്ലോണം അണ്ടർലൈൻ ചെയ്യേണ്ട ഒരു വരിയാണ്. ക്ഷേത്രമായതു ദേഹമെന്നുണ്ടല്ലോ നാമം. നമ്മുടെയൊക്കെ വിചാരം ചുറ്റമ്പലവും മണികൊട്ടി പൂജയും ആനയും കൊടിമരവും ആയ അമ്പലമായി ക്ഷേത്രമായി എന്നാ. എവിടെ അത് പറഞ്ഞിരിക്കണം? എവിടെയും പറഞ്ഞിട്ടില്ല. ഗീതയിലും പറഞ്ഞിട്ടുണ്ട്, ഇതം ശരീരം കൗന്ദേയ ക്ഷേത്രമിത്യഭിധീയതേ. ഈ ശരീരമാണ് ക്ഷേത്രം, അതിൻ്റെ ഉള്ളിലുള്ള ആത്മാവാണ് പ്രതിഷ്ഠ, മനസ്സാണ് ശ്രീകോവിൽ. ശങ്കരാചാര്യതാണ് പറഞ്ഞ ആത്മതത്വം ഗിരിജാമതി സഹചരപ്രാണ ശരീരം ഗൃഹം. ആത്മാത്വം, ഈ ആത്മാവ് ശിവനാണ്, ശരീരം ക്ഷേത്രമാണ്, മനസ്സ് ശ്രീകോവിലാണ്, പ്രതിഷ്ഠ ഭഗവാൻ നമ്മുടെ ഉള്ളിലുള്ള ആത്മാവാണ് ശിവൻ. പിന്നെ എന്തിനാ അമ്പലം തേടി പോണ്? ഒരു ഘട്ടം കഴിഞ്ഞാൽ ഒരു ലേശം അതിലൊക്കെ ഒരു കുറവ് വരണം. ഉണ്ടാകില്ല, അതൊക്കെ അത്രയേ ഉള്ളൂ. കാരണം അവിടെ എത്താനുള്ള പടികളാണ്. ചവിട്ടുപടി തന്നെ നിന്നാൽ മതിയോ? പോരല്ലോ. അപ്പോൾ അവിടെയല്ല ഈശ്വരൻ. ക്ഷേത്രമായത് ദേഹമെന്നുമുണ്ടല്ലോ, ഇത് തന്നെയാണ് ക്ഷേത്രം. അതിൻ്റെ ഉള്ളിലുണ്ട് ആത്മാവ്, അതിനെ കാണാൻ നമുക്ക് സാധിക്കണം. ജീവാത്മാവും പരമാത്മാവും എന്നു ഓർക്കിൽ കേവലം പര്യായ ശബ്ദങ്ങളെന്നറിഞ്ഞാലും ജീവാത്മാവും പരമാത്മാവും രണ്ടല്ല, ഒന്ന് നിഴലുപോലെ നമ്മളിൽ പ്രതിഫലിക്കുകയാണ്. ഒരു കണ്ണാടിയുടെ ഉള്ളിൽ ദീപം പ്രതിഫലിക്കുമ്പോൾ ദീപം ആത്മാവ്, പ്രതിബിംബം ജീവാത്മാവ്. അപ്പോൾ അതിൽ ഇളക്കമുണ്ട്. ഓരോന്നൊക്കെ നമുക്ക് തോന്നുക എന്നല്ലാണ്ട് സത്യത്തിൽ ഇളകുന്നത് യഥാർത്ഥ വസ്തുവാണ്. അപ്പോൾ പ്രതിബിംബത്തിന് ഇളക്കമുള്ള പോലെ നമുക്ക് തോന്നും. വെള്ളത്തിൽ സൂര്യൻ കാണാം. വെള്ളം ഇളകുമ്പോൾ സൂര്യൻ ഇളകുന്നതായിട്ട് തോന്നും. സൂര്യൻ ഇളകുന്നുണ്ടോ? സൂര്യനൊരു ഇളകലും ഇല്ല. ഇളക്കമുണ്ട് എന്ന് വെള്ളത്തിൽ കൂടെ കാണുമ്പോൾ നമുക്ക് തോന്നുകയാണ്. ഇതുപോലെ യഥാർത്ഥ പരമാത്മാവിൻ്റെ ഒരു അംശം നമ്മളിലുണ്ട്. ആ പരമാത്മാവിന് സുഖമോ ദുഃഖമോ മാറ്റങ്ങളോ ഇല്ല. അത് ഉള്ളതായിട്ടുള്ള മിഥ്യാബോധം നമുക്കുണ്ടാവുകയാണ് ചെയ്യുന്നത്. നിഴൽ പോലെ അത് എല്ലാത്തിലും ഉണ്ട്. അതിന് കാരണമായിട്ട് മനസ്സ് തീരുകയും ചെയ്യുന്നു. നമുക്ക് ശരീരത്തിലല്ല വേദന, ആത്മാവിലുമല്ല വേദന, സുഖദുഃഖങ്ങൾ. പിന്നെ ഇതിലാ മനസ്സിലാണ്. അതുകൊണ്ടാണ് ശസ്ത്രക്രിയ ചെയ്യുമ്പോൾ മനസ്സിനെ ഉറക്കണു അനസ്തേഷ്യ കൊടുത്തിട്ട്. അപ്പോൾ നമുക്ക് വേദനയില്ല. സത്യത്തിൽ വേദന എന്നുള്ള കാരണം അവിടെ ഉണ്ടല്ലോ. മുറിക്കുന്നുണ്ട്, കീറുന്നുണ്ട്, രക്തം വരുന്നുണ്ട്. എന്തുകൊണ്ട് വേദനിക്കണില്ല? വേദന അനുഭവപ്പെടേണ്ട സംഗതി മനസ്സാണ്. അതില്ലാണ്ടായിരിക്കണു അനസ്തേഷ്യയെ കൂടെ. അപ്പോൾ വേദന അനുഭവപ്പെടണില്ല. അപ്പോൾ വേദന എന്ന് പറയുന്നത് ഒരു അനുഭവമാണ്. സത്യത്തിൽ അത് കീറുകൊണ്ടോ മുറിക്കൊണ്ടോ അല്ല വേദനിക്കണം, മനസ്സുണ്ടാവുകൊണ്ടാണ് വേദനിക്കുന്നത്. അപ്പോൾ ബ്രഹ്മവിദ്യ എന്ന് പറയുന്നത് മനസ്സിനെ നിയന്ത്രിക്കലാണ്. മനസ്സിലാണ് എല്ലാവിധ ചികിത്സകളും ചെയ്യേണ്ടത്. മിനുക്ക് പണികൾ മുഴുവൻ മനസ്സിലാണ് വേണ്ടത്. ശരീരത്തെ എന്താക്കിയിട്ടും കാര്യമില്ല, ആത്മാവിനെ ഒന്നും ആക്കേണ്ട ആവശ്യമില്ല, ആക്കിയിട്ട് കാര്യമില്ല, മനസ്സിലാണ്. അപ്പോൾ ആ മനസ്സിനെ സദാ ഈശ്വരോന്മുഖമാക്കിയിട്ട് ജീവാത്മാവും പരമാത്മാവും ഒന്നാണെന്നുള്ള തത്വത്തിലേക്ക് ഉയരുക, ആ ഈശ്വരാംശത്തെ സാക്ഷാത്കരിക്കുക. അതിൽ കുറേ വഴികളൊക്കെ ഇവിടെ പറഞ്ഞു. ശ്രീരാമഭക്തി ഉണ്ടെങ്കിലേ കാണായി വരൂ, വിളക്കുണ്ടെങ്കിലേ രാത്രി കാണുള്ളൂ. കണ്ണുണ്ട്, വസ്തുണ്ട്, അതുകൊണ്ട് കാണുമോ? ശ്രീരാമഭക്തി ഉണ്ടെങ്കിലേ കാണായി വരൂ. വസ്തു എവിടെയുണ്ട്? നേത്രമുണ്ടെന്നാകിലും കാൺമതിനുണ്ടു പണി. കണ്ണുകൊണ്ട് മാത്രം കാണില്ല, വെളിച്ചം വേണം. അതേപോലെ നമ്മളിൽ ഈശ്വരനുണ്ട്, കാണില്ല, അറിവുണ്ടാവണം. അതിനുള്ള മാർഗം എന്താണ്? മൽക്കഥ പാഠശ്രവണങ്ങൾ ചെയ്യുകയും മുതാ മൽഗുണനാമങ്ങളെ കീർത്തിച്ചു കൊള്ളുകയും സന്തതം വർത്തിക്കും ജനങ്ങൾക്കൊരന്തരം വരാതൊരു ഭക്തിയും ഉണ്ടായി വരും. ഭക്തി ഇതിന് നല്ലൊരു മാർഗമാണ് ലക്ഷ്മണ. ആ ഭക്തിൻ്റെ കഥകൾ കേൾക്കുന്നത് കൊണ്ടും സദാ സച്ചിന്ത ചെയ്യുന്നത് കൊണ്ടും ഉണ്ടാക്കുമ്പോൾ തന്നെ ആ വസ്തുമാ നിർദ്ദേശം നമുക്ക് അറിയും. വെളിച്ചം വന്നാൽ ഇരുട്ട് പോകുന്നു, ഇരുട്ടിനെ കളയേണ്ട ആവശ്യമില്ല, അടിച്ചൂരി കളയേണ്ട കാര്യമില്ല. വെളിച്ചം വന്നാൽ അത് താനേ ഇല്ലാണ്ടാവുകയാണ്. ഈ ഇരുട്ട് എന്ന് പറഞ്ഞിട്ടൊന്നും ഇല്ലല്ലോ, ശരിക്കും ഉണ്ടോ? വെളിച്ചമാണുള്ളത്. ആ വെളിച്ചം വരുമ്പോൾ ഇരുട്ട് തന്നെ
പോകണു. വെളിച്ചം പോകുമ്പോൾ ഇരുട്ട് നമുക്ക് അനുഭവപ്പെടുകയാണ്. ശരിക്കും ഇരുട്ടുമില്ല വെളിച്ചമില്ല. ഇരുട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? വെളിച്ചമില്ലായ്മ. വെളിച്ചം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇരുട്ടില്ലായ്മ. ഏതാണ് ഉള്ളതെന്ന് ചോദിച്ചാൽ രണ്ടും ഇല്ല. രസമല്ലേ? ഇരുട്ടുമില്ല വെളിച്ചമില്ല, അത് രണ്ടുമില്ല. ഇത് രണ്ടും ദ്വൈതഭാവങ്ങളാണ്. വെളിച്ചം വന്നാൽ നമ്മൾ എന്താ ഇരുട്ടെന്ന് പറഞ്ഞാൽ? വെളിച്ചമില്ലാത്ത അവസ്ഥ. എന്താ വെളിച്ചം എന്ന് പറഞ്ഞാൽ? ഇരുട്ടില്ലാത്ത അവസ്ഥ. അപ്പോൾ അത് അതാതായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അത് പോവില്ല. ഇരുട്ടുണ്ടെങ്കിൽ വെളിച്ചം വന്നാലും അത് പോവില്ല. അപ്പോൾ അത് സത്യത്തിലില്ല. വെളിച്ചം പോയാൽ ഇരുട്ട് ആവണു. ഇരുട്ട് എവിടുന്നെങ്കിലും വരുന്നു കണ്ടിട്ടുണ്ടോ നമ്മൾ? മുകളിൽ നിന്ന്, താഴത്തുനിന്ന്, ഇടത്തുനിന്ന്, എവിടുന്ന് വരില്ല. അത് വെളിച്ചമില്ലാത്തപ്പോൾ ഇരുട്ട് അനുഭവപ്പെടുകയാണ്. വരുന്നില്ല ഇരുട്ട് അവിടെ. വെളിച്ചമുള്ളപ്പോഴും ഉണ്ട് ശരിക്ക്. പക്ഷേ വെളിച്ചം കൊണ്ട് നമുക്ക് ഇരുട്ട് അനുഭവപ്പെടില്ല, ഇരുട്ട് കൊണ്ട് നമുക്ക് വെളിച്ചം അനുഭവപ്പെടുന്നില്ല എന്നേ ഉള്ളൂ. ഈ രണ്ടെണ്ണം ഇല്ല സത്യത്തിൽ. ദ്വൈതം ഇല്ല. ഇതിൻ്റെ അപ്പുറത്താണ് ബ്രഹ്മം. ഈ ദ്വൈതത്തിൻ്റെ രണ്ടും അല്ലാത്തതാണ് ബ്രഹ്മം. അത് ഭക്തി കൊണ്ടും മുക്തി കൊണ്ടും മാത്രമേ നമുക്ക് സാധിക്കുള്ളൂ. ഭക്തന്മാർക്കൊഴിഞ്ഞ് ഉപദേശിച്ചിടരുതല്ലോ ഭക്തനെന്നാകിൽ ചോദിച്ചില്ലെന്നാകിലും വക്തവ്യം അവനോട് വിശ്വാസം വരികയാൽ. ഭക്തന്മാരോട് ഇപ്പോൾ അവർ ചോദിച്ചില്ലെങ്കിലും ഇത് പറയാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഭക്തിയില്ലാത്തവരോട് ഒരിക്കലും പറഞ്ഞു കൊടുക്കരുത്. ഇത് വിലയില്ലാത്ത ഒന്നല്ല. ഭക്തി സംയുക്തന്മാരാം യോഗീന്ദ്രന്മാർക്ക് നൂനം ഭക്തസംസ്ഥിതയല്ലോ മുക്തി എന്നറിഞ്ഞാലും. ഭക്തന്മാർക്കും മുക്തന്മാർക്കും ജ്ഞാനികൾക്കും മാത്രമാണ് ഭക്തി ജ്ഞാന വൈരാഗ്യങ്ങൾ ഉണ്ടാവുക. അതുകൊണ്ട് മാത്രമാണ് ദുഃഖ കാരണം കണ്ടെത്തി അതിനെ ചികിത്സ കണ്ടെത്താനായിട്ട് കഴിയുക. അല്ലാത്തവർക്ക് ആ മായയിൽ കുടുങ്ങി എങ്ങനെ കാലം കളയും, പിന്നെയും ജനിക്കും, പിന്നെയും മരിക്കും. ഇത് എൻ്റെ ഭക്തന്മാർക്ക് മാത്രം പറഞ്ഞു കൊടുക്കേണ്ടതാണ് ലക്ഷ്മണ. ആ ലക്ഷ്മണോപദേശത്തെ കഴിഞ്ഞു. അടുത്തതായിട്ട് അവിടുന്ന് അങ്ങോട്ട് പോവുകയാണ് പഞ്ചവടി പ്രവേശം. പൂർവന്നാമതപോവനാധിഗമനം മത്വാമൃഗങ്കാഞ്ചനം വൈദേഹീഹരണം ജഡായുമരണം സുഗ്രീവ സംഭാഷണം ബാലീനിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരീദാഹനം പശ്ചാത് രാവണകുംഭകർണനിധനം മേധസ്യ രാമായണം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാൽ പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.